ഇന്നത്തെ സ്പെഷ്യൽ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. മറ്റൊന്നുമല്ല, വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു എള്ളുണ്ടയുടേതാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എള്ള് ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ഏകദേശം 100 ഗ്രാം അളവിലുള്ള എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വാർന്നു പോയ ശേഷം ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വറുത്തെടുക്കേണ്ടതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളമെല്ലാം ഒന്ന് വാർന്നു പോയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈർപ്പം ഒട്ടും തന്നെ ഉണ്ടാവരുത്. ഇപ്പോൾ പാനൊന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് എള്ളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ള് നന്നായിട്ടൊന്ന് വറുത്ത് വരുന്ന സമയത്ത് ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടുന്ന പോലൊരു ശബ്ദം കേൾക്കും. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മളിതൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ എള്ളിൽ വെള്ളമെല്ലാം ഒന്ന് പോയി നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുന്ന ആ സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. നെയ്യ് ചേർത്ത ശേഷം ഒന്നുകൂടെ ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എള്ളുണ്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. കടകളിലൊന്നും സാധാരണ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നില്ല. നെയ്യ് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഇത് നമുക്ക് തണുക്കാനായി ഒന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര കൂടി തയ്യാറാക്കി എടുക്കണം. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ ശർക്കരയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇത്രയും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താലും മതിയാകും. 100 ഗ്രാമിന് ഒരു 50 ഗ്രാം അളവിലൊക്കെ ശർക്കര ഉണ്ടായാലും മതിയാകും. ശർക്കര പാനിയാക്കുന്നതിന് വേണ്ടി വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അളവിൽ ചേർക്കേണ്ട. ഞാനിപ്പോൾ ചേർത്തത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത്രയും സമയം കൂടെ നമ്മളിത് വറ്റിച്ചെടുക്കാനായിട്ട് വേണ്ടി വരും. ഒരു നൂൽ പരുവം ആകേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മുന്നേ ആയിട്ട് അത്യാവശ്യം ഒട്ടി വരുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് ഇറക്കി വയ്ക്കാനായിട്ട്. ഇതൊന്ന് പാനിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഇതിനായിട്ട് ഞാൻ കുറച്ച് ഏലക്ക ഒന്ന് തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. സീഡ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടിച്ചെടുത്തതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ചേരുന്ന ഐറ്റം ആയതുകൊണ്ട് തന്നെ ചുക്കുപൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എള്ളുണ്ടയ്ക്ക് പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചത്, വറുത്ത് പൊടിച്ചിട്ടുള്ള ജീരകമാണ് ചേർക്കുന്നത്. അതുകൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ശർക്കര അത്യാവശ്യം ഒന്ന് പാനിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇത് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അധികം കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് അരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ സമയത്ത് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരിച്ചെടുത്ത ശേഷം ഇത് വീണ്ടും ഇതേ പാനിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നേരത്തെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചുക്കും ജീരകവും ഏലക്ക പൊടിച്ചതും എല്ലാം ചേർത്തിട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ചൂടുള്ള ശർക്കര പാനിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ എന്തായാലും ഈ ശർക്കര പാനിയിലേക്കും വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ശർക്കര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്താലും മതിയാകും. അപ്പോൾ ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ശർക്കര പാനിക്ക് ഇത്രയും ഒരു തിക്നെസ് പോരാ, കുറച്ചുകൂടെ ഒന്ന് തിക്കായി വരാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ശർക്കര പാനി തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർത്ത് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്കിത് വറ്റിച്ചെടുക്കാനായി കുറച്ചധികം സമയമെടുക്കും. ഈ ശർക്കര പാനി ഒന്ന് നന്നായിട്ട് തിക്കായി വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം. എള്ള് ചേർക്കുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലാതെ തന്നെ ഇത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എള്ള് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഏറ്റവും കുറച്ച് തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ എള്ള് മുഴുവനായി ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പൊട്ടുകടല കൂടെ ചേർക്കുന്നുണ്ട്. പൊട്ടുകടല വറുത്തതൊന്നുമല്ല, അല്ലാതെ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്രയും സ്റ്റെപ്പ് വരെ എള്ളുണ്ട ഉണ്ടാക്കുന്നതിൽ ഒരു പ്രയാസവും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇതിന് ചെറിയ ഉരുളകളാക്കി മാറ്റുന്നതാണ് ഏറ്റവും പ്രയാസം. അത്യാവശ്യം ചൂടോടുകൂടി തന്നെ ഇത് ചെയ്യേണ്ടതാണ്. കയ്യിലൊരല്പം ഓയിലോ അതുപോലെ നെയ്യോ എന്തെങ്കിലും തടവിയ ശേഷം പെട്ടെന്ന് തന്നെ ഇത് ചെറിയ ഉരുളകളാക്കി മാറ്റുക. അല്ലെങ്കിൽ നമുക്കിത് കട്ടിയായിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കിത് ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കാനായി ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതുപോലെ ചെറിയതായിട്ട് സ്പൂണിൽ കോരിയെടുത്ത് ചെറിയ ഉരുളകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വേറെ ആരെങ്കിലും കൂടെ സഹായത്തിനുണ്ടെങ്കിൽ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ജോലി തീർത്തെടുക്കാൻ പറ്റും. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. ഇത്രയും എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു എള്ളുണ്ട തയ്യാറാക്കി എടുക്കാം. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റവുമാണ്. ഇത് കുറച്ച് ദിവസം കേടുകൂടാതെയൊക്കെ വെച്ച് നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ വളരെ ഹെൽത്തിയായി ഈ ഒരു റെസിപ്പി നിങ്ങളും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കൂടെ അറിയിക്കുക.
ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.